കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കീഴേടമായ നാരായണംകുളങ്ങര ഭഗവതി ക്ഷേത്രം. ഈ ഭഗവതി ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തി ഊരുമന ദാമോദരൻ നമ്പൂതിരിയാണ് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത്. ഇദ്ദേഹം ആ ഭഗവതിയുടെ അടുത്ത് 30 വർഷത്തോളം യാതൊരു തരത്തിലുള്ള മുടക്കവും കൂടാതെ ആ ഭഗവതിയെ സേവിച്ച ഒരു പരിചാരകനാണ്. ആ ഭഗവതി പലതരത്തിലുള്ള അനുഭവങ്ങളും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഒന്ന് പറയുവാൻ അദ്ദേഹത്തിന് കൂടി നമുക്ക് നേരിട്ട് കുറച്ചു നേരം സംസാരിക്കാം. കൃഷ്ണ നമസ്കാരം. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ നാമം ജപിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ അത്ര ചെറുത് മനസ്സിലാക്കാനുള്ളൊരു പ്രായമായിട്ടുള്ളൂ. അപ്പോൾ അമ്മ നാമം ജപിക്കുമ്പോൾ ഞാൻ അടുത്തിരിക്കും. ഞാൻ വേറെ ഒന്നിനുമല്ല, എനിക്ക് അമ്മയുടെ ഈ നാമം ജപം കഴിഞ്ഞിട്ട് വേണം ചോറ് കിട്ടണമെങ്കിൽ രാത്രി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അമ്മയുടെ അടുത്ത് ഇരുന്ന് ഈ അമ്മ ജപിക്കുന്നതൊക്കെ ഏതാണ്ട് എനിക്ക് കാണാപ്പാടായി. കേട്ടിട്ടാണ് അമ്മ ജപിക്കണ കേട്ടിട്ട്. അതിനുശേഷം ഇപ്പം അമ്മയൊക്കെ മരിച്ചു. ഞാനിങ്ങനെ ഇവിടെയായി ഗുരുവായൂരായി. ഇപ്പോൾ ഈ വയ്യാണ്ടായ പിന്നെ രണ്ടാമത് അന്ന് അമ്മ ഓർത്തിരുന്ന നാമമൊക്കെ ഞാൻ ജപിച്ചു തുടങ്ങി. അപ്പോൾ അന്ന് ഞാൻ ചെറുതാണ്, ഇന്നിപ്പോൾ പ്രായമായില്ലേ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു വരിയിൽ ഒരു സംശയം വന്നു ഞാൻ ജപിക്കുന്നതിൽ. അതായത് എന്നു ഞാനിനി കാണും മുകുന്ദനെ ചെന്നു നേരിൽ ഗുരുവായൂരപ്പനെ അന്നു ചിന്തിച്ചുറങ്ങിക്കിടക്കുമ്പോൾ അന്നുരാവിൽ ഭവിച്ചു സുദർശനം. അങ്ങനെ ഒരു കവിതയാണത്. കവിത അതായത് ശുദ്ധ മലയാളം, നല്ല ഗംഭീരം ഇത്. അപ്പോൾ ദിവസം അമ്മ ചെല്ലും, ഞാനത് കേട്ട് പഠിക്കുകയും ചെയ്തു. അപ്പോൾ അതിലൊരു വരി എനിക്കൊരു വലിയ സംശയം വന്നു. എന്നുവെച്ചാൽ ഇപ്പോഴാണ് സംശയം വന്നത്, അന്നല്ല. അതാ രസേ, അന്ന് ചെറുതല്ലേ. വാതരോഗാലൊരു ഉപതം വയ്ക്കുവാൻ ഏതു മട്ടിലും ആവാത്ത ഞാനുടൻ ജാതമോതാൽ എഴുന്നേറ്റും ദൃഷ്ടനായി ഭീതചങ്കം കുതിച്ചു പൊളിക്കുവാൻ. ആ ഒരു വരിയുടെ അർത്ഥം തെറ്റാണ്. ഞാൻ ചെല്ലുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പീതശങ്കം എന്ന് പറഞ്ഞാൽ എന്താ, കൊതിച്ചു പൊളിക്കുവാൻ എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു വരി, പിന്നത്തൊക്കെ ഒരുപാടുണ്ട്. അത് നല്ല ഇതായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പലരോടും ചോദിച്ചു, ഈ ഒരു വരിയുടെ ശരിക്ക് ഒന്ന് മാറ്റി തരാമോ, അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട്. ഞാൻ ചെല്ലുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനിയിപ്പോൾ ആ തെറ്റ് തന്നെ ഞാൻ ആവർത്തിക്കണ്ടല്ലോ എന്ന് ആ ഒരു വരി എനിക്കൊന്ന് മാറ്റി തരണം. പലരോടും ചോദിച്ചു, ഗുരുവായൂർ ചോദിച്ചു, അല്ലാണ്ട് എൻ്റെ ഇതായുള്ള ആളുകളോട് ചോദിച്ചു. അങ്ങനെ എൻ്റെ ഇളയ മകളെ കല്യാണം കഴിച്ചാൽ തിരുവനന്തപുരത്താണ്. അപ്പോൾ അവളേക്ക് അറിയിച്ചു, ഞാൻ അവളെ അറിയിച്ചു. അപ്പോൾ അവളുടെ കെയർ ഓഫിൽ നമ്മുടെ തന്ത്രവിദ്യാപീഠം, ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ പഠിപ്പിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ വേറെ ജോലി കിട്ടിയ തിരുവനന്തപുരത്താണ്. അത് ഇവരുടെ ചെറിയൊരു ബന്ധമുണ്ട് ഇവരായിട്ട്, മകളായിട്ട്. അപ്പോൾ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനൊരു കാര്യമുണ്ട്, അച്ഛൻ ജപിച്ചിരുന്നതാണ്, അതിപ്പോൾ തെറ്റാണെന്ന് അച്ഛൻ അറിയാം, അത് കാരണം അച്ഛൻ ജപിക്കാനില്ല. അപ്പോൾ അതൊന്ന് തിരുത്തി തരണം. അദ്ദേഹം MA സംസ്കൃത ആളാണ്, അപ്പോൾ പാണ്ഡിത്യം നല്ല ആളാണ്. അവൾ പറഞ്ഞു, ഈ വരിയും പറഞ്ഞു കൊടുത്തോളൂ. ഇദ്ദേഹത്തിന് സമയം കിട്ടിയില്ല, ഓരോ തിരക്കുള്ള ആളല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പുസ്തകം എടുത്ത് വെച്ചിട്ട് അദ്ദേഹം റിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പുസ്തകം എടുത്ത് വെച്ച് വന്ന ഇയാൾ ഉറങ്ങിപ്പോയി. അങ്ങോട്ട് ഉറക്കത്തിൽ ഇയാൾക്ക് തോന്നി, ഇതെന്താ ഇത്. ഇപ്പോൾ ഉറക്കത്തിൽ ഞാൻ എന്തിനാ അത് ഇത്ര കൊല്ലമായി ഞാൻ തെറ്റ് ജപിക്കുന്നു, ഇനിയിപ്പോൾ ഇതിന് തിരുത്തണത് ഇദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ഇദ്ദേഹത്തിന് മനസ്സിൽ തോന്നണത് അന്ന് ആ പുസ്തകം മടക്കി വെച്ചു ഒന്നുമില്ല. അന്ന് 2 ദിവസം കഴിയുമ്പോൾ ഇതേമാതിരി ഒഴിവ് വന്നപ്പോൾ, ഒഴിവ് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഒഴിവ് കിട്ടുമല്ലോ. ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ്. എടുത്ത് വെച്ചു ഇത് തന്നെ എങ്ങനെ കാണണേ, എന്ത് തെറ്റ് കുഴപ്പമില്ല, ഇത്ര കാലമായില്ല തെറ്റ് ജപിക്കണോ, അത് ശരിയാണ്, ഇനി അത് ജപിച്ചാൽ മതി, തിരുത്താന്ന് കേട്ടാൽ. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ശ്രീകൃഷ്ണൻ മരപ്രഭു എന്ന് പറഞ്ഞാൽ അത് തോന്നായിപ്പോയി. ഇതിപ്പോൾ 20-20-ആം നൂറ്റാണ്ടാണ്, ഇതവനൊക്കെ സംഭവിക്കാനല്ലേ പറ്റുള്ളൂ. അന്ന് അതേമാതിരി അല്ലല്ലോ. അപ്പോൾ മരപ്രഭുവാണ് ഞാൻ പറഞ്ഞ മാതിരിയായി, എന്തിന് തിരുത്തണ തെറ്റെന്ന്. അത് ഇന്ന് ജപിച്ചോളാൻ ഇദ്ദേഹം വല്ലാണ്ടായി. ഇദ്ദേഹം അപ്പോൾ തന്നെ മോളെ വിളിച്ച് പറഞ്ഞു, എനിക്ക് പറ്റില്ല കേട്ടോ അത്. അച്ഛനോട് എന്താ ജപിക്കണേ, അതിന് ജപിച്ചോളാൻ പറയുന്നുണ്ട്, ഇത് തിരുത്തണ്ടായി.
അത്ര വരെ എനിക്ക് കാണിച്ചു തന്നെ ഗുരുവായൂരപ്പൻ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇരിക്കുകയായി. ഇപ്പോഴും ജപിക്കാം. തെറ്റാണ്, ഞാൻ തെറ്റാണെന്ന് പറഞ്ഞിട്ട് തെറ്റ് ചോദിക്കണം. എനിക്ക് പറ്റില്ല. പലരായിട്ട് ഞാനത് ആലോചിച്ചു. പക്ഷേ അത് ആരും അത് ശരിയാക്കാൻ അറിയില്ല. എന്നാൽ ശുദ്ധ മലയാളമാണ്, അതാണ്, സംസ്കൃതമല്ല. ഏതോ പണ്ടൊരു ബ്രാഹ്മണനെ എഴുതി വെച്ചതെന്ന് പറയണം. എന്തോ നമുക്കറിയില്ല. അമ്മ 80 വയസ്സ് വരെ അമ്മ ജീവിച്ചിരുന്നു. അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 10-9 കൊല്ലമായി. അപ്പോൾ അത് അത്ര കൊല്ലമായിട്ട് അമ്മ എന്നെ പഠിപ്പിച്ചതെന്നാണ് ഞാൻ കേട്ട് പഠിച്ചത്. അത് പിന്നെ നാരായണീയ ഒരുപാടുണ്ട്. ഇതൊന്നും ഞാൻ സംസ്കൃതമൊന്നും എനിക്ക് ഒട്ടും അറിയില്ല. മലയാളം സംസ്കൃതത്തിന് എനിക്കൊന്നും അറിയില്ല. കേട്ട് പഠിച്ച ഇതാണ് ഞാനിങ്ങനെ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയൊരു പരീക്ഷണമായിട്ട് ഞാൻ കരുതുന്നത് ഇപ്പോഴും ഞാനതൊരു വലിയ പരീക്ഷണമായിട്ട് കരുതുന്നത്, തെറ്റ് തിരുത്താൻ പറ്റാത്ത രീതിയിൽ. പിന്നെ അതേമാതിരി നാരായണകുളങ്ങര ഇതിന് മുമ്പ് ഞാനവിടെ ലോഡ്ജിലായിരുന്നു. അപ്പോൾ കാലത്തെ ദിവസം എണീറ്റ് കുളിച്ച് അമ്പലക്കുളത്ത് കുളിച്ച് വന്നിട്ട് എന്തോ ഒരു ഗ്ലാസ് കാപ്പി കൂടിയും കുടിക്കുള്ളൂ. അങ്ങനെ ചിലപ്പോൾ 3 മണിക്ക് എട്ട് പോകും, ചിലപ്പോൾ 4 മണിക്ക് എട്ട് പോകും. എനിക്കങ്ങനെ ഇതില്ല. എന്ന് വെച്ചാൽ ലോഡ്ജിലാവുകൊണ്ട് പല സമയത്ത് ഓരോ നമുക്ക് ജോലി. അപ്പോൾ പല സമയത്ത് ഇതാവുകൊണ്ട് ചിലപ്പോൾ 4 മണിക്കാവും, ചിലപ്പോൾ 5 മണിക്കാവും. എപ്പോഴായാലും എണീറ്റ് കുളിച്ച് തൊഴുത് വന്നിട്ട് വെള്ളം കുടിക്കുള്ളൂ. അങ്ങനെ ഒരു നിഷ്ഠ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ, അതായത് ഇപ്പോൾ ഒരു 40 കൊല്ലം മുമ്പത്തെ അനുഭവമായിട്ടോ ഞാൻ പറയണേ. 1,400 രൂപ ദിവസവും ഗുരുവായൂരപ്പിന് വഴിപാട് ഇടും. ഇത് തൃപ്പടി നോക്കി 1,400 രൂപ. അപ്പോൾ ദിവസം അത് ഉണ്ടാക്കി 1,400 രൂപ എന്ന് പറഞ്ഞാൽ വിലയുണ്ട്. ചായക്ക് 25 പൈസക്കുള്ള സമയത്താണത്. അപ്പോൾ ഈ 1,400 രൂപ ദിവസം എവിടെന്നെങ്കിലും ഉണ്ടാക്കി ഞാൻ പീടിക പോയിട്ടൊക്കെ പോയി ഉണ്ടാക്കി പറ്റിയ ദിവസവും. അപ്പം അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ മുണ്ടൊക്കെ മുക്കി അങ്ങോട്ട് കുളിക്കുകയാണ്. കുളിച്ചാത്ത കൊണ്ട് എല്ലാം മുക്കിയിട്ട് കുളിച്ച് കീറനോടെ മുണ്ട് മുക്കി കുളിച്ച് ഇത് ആയി കഴിഞ്ഞ് കുളിച്ചില്ല, കുളിക്കാൻ പോയി മുണ്ടാണ് മുക്കി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ 1,400 രൂപയിൽ 25 പൈസ എൻ്റെ കയ്യിലുള്ളൂ. 1 ഉറുപ്പ്യ പോയി. അതൊരു വലിയ വിഷമമായി. അത് ഇതേപോലെ സംഭവിക്കാത്തതാണ് അതങ്ങനെ. പിന്നെ കയറി പോകാമെന്ന് വെച്ചാൽ കയറുമുണ്ട് ഒക്കെ നനയുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇത് വേണ്ട, നാളെ ഭഗവാനെ അറിയാലോ, നാളെ നാളെ കൊണ്ടിടാം കൂട്ടിയിട്ട് എഴുതിയിട്ട് കുളിച്ച് കയറി കഴിഞ്ഞപ്പോൾ 1 ഉറുപ്പ്യ വെള്ളച്ച് കിടക്കുക. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് പോയതല്ലേ എന്ന് ചോദിക്കുക. അല്ല, എന്താ അതൊരു പഴയതാണ് ക്ലാവ് ഒഴിച്ചു തുടങ്ങി. ആ 1 ഉറുപ്പ്യക്ക് ക്ലാവ് ഒഴിച്ചു. അപ്പോൾ അത്ര കാലമായിട്ട് അവിടെ കിടക്കുന്നതാണ്. അപ്പോൾ കിട്ടി 1 രൂപ. ഇങ്ങനെയൊക്കെ ഓരോന്നും കൊണ്ടാണ് എനിക്ക് കാണിച്ചു തന്നെ. അല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഗുരുവായൂരപ്പിനെ വിളിച്ചു പറയാൻ പറ്റുമോ? നമ്മളോട് പറ്റില്ലല്ലോ. ഇതല്ലല്ലോ, കാലമല്ലല്ലോ. അപ്പോൾ ഇതേമാതിരി ഓരോന്ന് കാണിച്ചു തരിക. അപ്പോൾ ഇപ്പോൾ കാലൊടിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് പറയാം, പിന്നെ കാലൊടിഞ്ഞില്ലേ? എന്തത് കാലൊടിഞ്ഞ് 7 ശനി തുടങ്ങി 3-ാമത്തെ ദിവസമാണ്. 7 ശനി ഇത് ദശാർക്കായാലും അനുഭവിക്കാണ്ട് പറ്റില്ലല്ലോ. എനിക്ക് കുറേശ്ശേതിൻ്റെ ജോസ്യത്തിൻ്റെ അന്വേഷിച്ചുണ്ട്. അപ്പോൾ 7 ശനി തുടങ്ങി 17-ാം തീയതി 7 ശനി തുടങ്ങി 19-ാം തീയതി ഞാൻ വീണു, കാലൊടിഞ്ഞു. അപ്പോൾ നമ്മൾ വേറെ പരിഭവിച്ചിട്ട് കാര്യമില്ല, അത് സംഭവിക്കാണ്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് ആകെയുള്ളൊരു ഇത് മുഴുവൻ ഗുരുവായൂരപ്പനൊന്ന് അവിടെ നടക്കുമെന്ന് പോകണം, ഒന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ ആ ദേവസ്ഥയിലെ മാനേജർ ഇവിടെ വരാറുണ്ട്. മാനേജറല്ല, പിന്നെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററാണ്, PA. അപ്പോൾ മറ്റേ ഇയാൾ മനോജ് കുമാർ അല്ല, മനോജല്ല, മറ്റേ ഇല്ലയോ, വേറെ ആളുണ്ടല്ലോ, ആ ഫയലൊക്കെ കൈകാര്യം ചെയ്യണേ. പേര് മറന്നു. പേരെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹം വരാറുണ്ട് ഇവിടെ കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സാറേ. തിരുമേനി പോകുന്നുള്ളൂ, തിരുമേനിക്ക് എപ്പോഴാണ് തോന്നിച്ചാൽ പോകുന്നുള്ളൂ. അവിടെ നമുക്ക് വീൽ ചെയറൊക്കെ ഉണ്ട്. വീൽ ചെയർ കൊടിമരത്തിൻ്റെ അവിടെ കൊണ്ട് തൊഴിക്കാം. ഇനി എൻ്റെ പേര് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആരും പരിചയമില്ലെങ്കിലും കൊടിമരത്തിൻ്റെ അവിടെ വരെ പോയി തൊഴാം. അപ്പോൾ എന്തായാലും പ്ലാസ്റ്റർ കെട്ടിയിട്ടാവാം അങ്ങനെ ഇരിക്കുന്നു. ഈ നാരായണകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി ഉഗ്രമൂർത്തിയാണെന്ന് പറയുന്നു. എല്ലാവരും വിളിച്ചാൽ വിളിപ്പുറത്താണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ആ ഭഗവതിയുടെ അമ്പലത്തിൽ അങ്ങ് പൂജ കഴിക്കുന്ന സമയത്തും മറ്റും അങ്ങക്ക് എന്തെങ്കിലും തരത്തിൽ ഭഗവതി ദർശനം തരികയോ ഭഗവതിയുടെ ഒരു അനുഭവം നമുക്ക് കാണാൻ പറ്റുകയോ അത് നമ്മുടെ ജീവിതത്തിൽ വരിക അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് ഇവർ ഭദ്രകാളി
ആണെങ്കിൽ ഉഗ്രമൂർത്തി താഴത്തെ രണ്ടമ്പലമല്ലോ, താഴത്തേക്കാണ് ഉഗ്രമൂർത്തി. ഇത് സൗമ്യമായിട്ടുള്ള ഭദ്രകാളിയാണ് ഇവിടെ എന്നാണ്. പിന്നെ അതിൽ പുറത്ത് തന്നെ ഗുരുതിത്തറ വേറെ ഉണ്ട്. ഗുരുതിൻ്റെ ഇവിടെ, പക്ഷേ ഗുരുതിത്തറ വേറെയാണ്. അകത്ത് ഗുരുതി കൊണ്ട് നേതിച്ച് പുറത്ത് കൊടുത്തിട്ടാണ് തർപ്പണം വലിച്ചപ്പോൾ നമ്മൾ നേതിച്ച് കൊടുക്കാൻ നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ ഉഗ്രമൂർത്തി അല്ല ഇവിടുത്തെ മേലക്കാവ്, ഉഗ്രമൂർത്തി അല്ല, സൗമ്യമായിട്ടുള്ള. എന്നാലും വിളിച്ചു കഴിഞ്ഞാൽ വെളിപ്പുറത്തായ ഭഗവതിയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. വിളിച്ച വെളിപ്പുറത്ത് തന്നെയാണ്. പക്ഷെ സൗമ്യമായിട്ടുള്ള കാര്യം, ഒരു എന്താ പറയുക, ഒരു ശത്രുദോഷത്തിനൊക്കെ വിളിക്കരുത്. അങ്ങനെ വിളിച്ചാൽ ശരിയാവില്ല. അത് എന്ന് വെച്ചാൽ നമുക്ക് കാര്യം നേരാക്കി തരണം എന്ന് പറഞ്ഞാൽ ശത്രുദോഷം ഇല്ലാണ്ടിരിക്കണം. അത് പറഞ്ഞാൽ കേൾക്കും ശരിയാവും. എന്നിട്ട് അവരെ നശിപ്പിക്കണം, എൻ്റെ ശത്രുത നശിപ്പിക്കണം എന്നൊന്നും പറഞ്ഞാൽ ആ ദോഷം നമുക്ക് ഏൽക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം ഭഗവതി നടത്തി തരും. അതാണ് അവിടെ ഈ പറഞ്ഞ മാതിരി. ഞാനൊരു 30 കൊല്ലം, ഒരു 20 കൊല്ലം മുമ്പ് ഞാനും വേറെ 2 ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഗോളക സമർപ്പിക്കുന്നുണ്ടായി. ഭഗവതിക്ക് ഇപ്പോൾ ഒരു ഗോളക കാണുന്നുണ്ട്. ഗോളകല്ല, ഇതിന് മുമ്പുണ്ടായിരുന്നു പഞ്ചലോകത്തിൻ്റെ ഒരു ഗോളക. അത് ഞങ്ങൾ 3 പേര് കൂടിയിട്ട് അന്ന് അന്നാലും 30,000 രൂപയുള്ളൂ. 30,000 രൂപ 3 പേരെടുത്ത് ആ ഗോളക ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് ദിവാരണം പോയി പോലെ തന്ത്രി അദ്ദേഹം ചെന്ന് പറഞ്ഞു, അങ്ങനെ പൂരത്തിൻ്റെ അന്ന് ഉദ്ഘാടനം വെച്ചായിരുന്നു ഗോളകത്ത്. ഒരു 30 കിലോ ഉണ്ട്, അത് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അവർ പുറത്ത് കൊണ്ട് വെച്ചു ഞങ്ങൾ. അപ്പോൾ തലേ ദിവസം ഞാൻ പറഞ്ഞത്, അപ്പം ഞാൻ പീഠത്തിൻ്റെ ഒപ്പം വരണം ഒരു കരികല്ല് വേണം, എന്നാലേ ഈ ഗോളക അതൊന്ന് വെച്ചാൽ കറക്റ്റാവുള്ളൂ. അപ്പോൾ അത് അവരോട് പറയണം, നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു. അവർ പോയി കൂർക്കാമ്പാറ പോയിട്ട് അതിൽ പാകത്തിന് അളവൊക്കെ കൊടുത്ത് കല്ല് ചെത്തിച്ച് കൊണ്ടുവന്നു. തലേദിവസം വൈകുന്നേരം ഇതും എല്ലാം കൂടെ അമ്പലത്തിൽ എത്തിയായിരുന്നു. തലേദിവസം വൈകുന്നേരം ഞാൻ ഈ കല്ല് വെച്ച് ഒഴിപ്പി കല്ലിന് പൊക്കില്ല. ഞാൻ ഉദ്ദേശിച്ച പൊക്കം കല്ലിന് എന്നാലും ഒരു 4 ഇഞ്ച് കുറവാണ്. അപ്പം അത്രയും ഇത് താണിരിക്കും ഗോളകെ. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, സമയം പോയി. പിറ്റേ ദിവസം വൈകുന്നേരമാണ് പോയി സംഭവം. നേരം വലിച്ചപ്പോൾ 3 മണിക്ക് നട വന്നാൽ ഗോളക വയ്ക്കണം. അപ്പം അങ്ങനെ ഭയങ്കര പ്രയാസമായി. അത് രാത്രി കരുത്തൊന്നും ഉറക്കാൻ പറ്റില്ല എനിക്കിവിടെ. അത് കഴിഞ്ഞൊരു വിധത്തിൽ കിടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞായിട്ട് ഉറക്കത്തിൽ എടാ അതാണ് ചെരിച്ച് വെച്ചേ കല്ല് ചെരിച്ച് വെച്ചാൽ മതി, അപ്പം ശരിയാവും. അത് ശരിക്കും പറഞ്ഞാൽ ഭഗവതി പറയിപ്പിച്ചതായിരിക്കാം. അങ്ങനെ എടാ കല്ല് ചെരിച്ച് വെച്ചേ അപ്പം ശരിയാവും. തിരിച്ചെനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അവിടെ കരുതേ ഇത് ഉറക്കം പറ്റില്ല. ഇതൊങ്ങനെ പറഞ്ഞതിന് ഓർമ്മ തന്നെ. ഇവിടെ വന്ന് 3 മണിക്കാണ് നട ഉറക്കുക. 2:30 ഞാൻ കുളിച്ചു വേഗം 100 കിലോ വിളക്ക് വെച്ച് കല്ല് പറിച്ചപ്പോൾ കറക്റ്റാണ്. അപ്പം ആ ഭഗവതി ആ സ്നേഹം കൊണ്ടാവും എടാ എന്ന് വിളിച്ചതും ആ ഒരു സ്നേഹം കറക്റ്റായിട്ട്. പിന്നെ ഒരു ലെവലിൽ നമ്മൾ സ്കൈ വെച്ചാൽ പറഞ്ഞാൽ ഇത്ര വേണ്ട അത്ര വെച്ചാണ്. അത് ഭഗവതി പറയുന്ന തന്നെയാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നതൊന്നും ഇല്ല. അങ്ങനെ ഓരോന്നും അല്ല, അങ്ങനെ പല ഭക്തന്മാരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ആ ഭഗവതിനെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് കേൾക്കും. അതുമാതിരി പല ആൾക്കാരും ഗുരുദീനെ പറ്റിയിട്ടും അവിടുത്തെ പൂജേനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൽ 30 കൊല്ലം അമ്മയുടെ അടിമയായിട്ട് ജീവിക്കാൻ നമ്മൾ വലിയൊരു ഭാഗ്യമായി. അത് ഭഗവതിയുടെ സ്നേഹം ഉണ്ടാവും. ആ അമ്മയുടെ മകനോടുള്ള സ്നേഹം അതെപ്പോഴും ഉണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ ഈ 4 കൊല്ലം മുമ്പ് ഇപ്പോഴത്തെ ഗോളക വേറെ ഉണ്ടാക്കിയത് വെള്ളിയാണ്. വെള്ളിയുടെയാണ്. അത് ഏതാണ്ട് ഒരു 10,000 രൂപ ഒരു പാർട്ടി കൊണ്ടുവന്നു. പിന്നെ ആരൊന്നും തന്നില്ല. ബാക്കിയൊക്കെ ഞാൻ തന്നെ 4.5 ലക്ഷം രൂപയോളം ചിലവായി. അത് ഒക്കെ ചെയ്തു. അമ്പലം പണി സുരേഷ് ഗോപി അമ്പലം പണിത് സുരേഷ് ഗോപിയുടെ ഇതിലാണ്. അപ്പോൾ ഇതിന് ഉദ്ഘാടനത്തിന് ഈ ഗോളക, അതിപ്പോൾ ഉള്ള ഗോളക വെച്ചു. പ്രശ്നമൊക്കെയായി ജീവിതത്തിൽ. ഇനി ഞങ്ങൾ ഗുരുവായൂരപ്പനും അമ്മയൊക്കെ അനുഗ്രഹിച്ചിട്ട് അല്ലലും ഒന്നും ഇല്ലാണ്ട് ജീവിതമൊന്നും ഒരല്ലലും ഇല്ല എനിക്ക്. അങ്ങനെ വൈകിയ മരണം. അപ്പോൾ ഈ 30 വർഷത്തോളം അങ്ങനെ തല്ലലും തലോടലും ആ ഭഗവതി കൊണ്ട് നടത്തി എല്ലാവണ്ണം നേരെയാക്കി തന്നിട്ടുണ്ട്. തല്ലലില്ല, ഒട്ടുമില്ല, തലോടൽ തന്നെയുള്ളൂ. തലോടൽ തന്നെയുള്ളൂ. അല്ലൊരു അമ്മ മകനെ ഇടയ്ക്ക് ശിക്ഷിക്കാന്നൊക്കെ പറയുന്ന മാതിരി. അപ്പോൾ ആ അമ്മയുടെ ശക്തി, ആ ഭാരം തന്നെയാണ്. എത്ര പറഞ്ഞാലും ഭക്തജനങ്ങൾക്കെല്ലാം രണ്ടുപേരും അമ്മ അത് ഗുരുവായൂരപ്പനും അതെ. അതാണ് എൻ്റെ. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ഭഗവതിയുടെയും അനുഗ്രഹം ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇനിയും അവർ തന്നെ കാത്തു രക്ഷിക്കും. അതെ, ഇനി അവരുടെ നടയിൽ പോയി തൊഴണമെന്നുണ്ട്. അത് ഈ വീൽ ചെയറോ ഒന്നും ആവാമല്ലോ. പോകാനിപ്പോൾ എവിടെ വേണമെങ്കിലും വീൽ ചെയർ തന്നെ പോകാമല്ലോ. അതെ 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 അതെ. അപ്പം അതിന് അത് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയത് തൊഴിലോ പോയിട്ടുന്നുണ്ട്.
ചമ്മയെ ശരിയാക്കി തരും. നേരെ കണ്ട് എവിടെ പോകണം? മനസ്സറിഞ്ഞ് നമ്മൾ ഒരു ഇതും ചെയ്തിട്ടില്ലേ. പിന്നെ ഞാനിപ്പോൾ ഇത് പറയാമില്ല എന്നുള്ളത് എനിക്കറിയില്ല. ഈ കീഴാഴി ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഒരുപാട് ശാന്തിക്കാരുണ്ടല്ലോ. 13 കീഴാഴി ക്ഷേത്രങ്ങളുണ്ടല്ലോ. ഈ 13 ക്ഷേത്രങ്ങൾ ശാന്തിക്കാരുണ്ട്. അതിൽ പിരിഞ്ഞു പോയവരുണ്ട്, പിന്നെ പോലെ പിരിഞ്ഞു പോകുന്നവരുണ്ട്, ഇപ്പോൾ ഉള്ളവരുണ്ട്. ഞാനൊരു അഹംഭാവം പറഞ്ഞല്ല, ഞാൻ ചെയ്ത 28 വഴിപാട് ഈ നാരായണകുളം ക്ഷേത്രത്തിൽ ഒരു ശാന്തിക്കാരും ചെയ്തിട്ടില്ല. ഇനി ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അപ്പോൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദേവസ്വം ഇൻസ്പെക്ടർ കയ്യിൽ ഞാൻ അവിടെ ചെയ്തതെന്ന് വഴിപാടിൻ്റെ മുഴുവൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 10-12 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഞാൻ അവിടേക്ക് വഴിപാട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഭഗവതിയെ പ്രതിഷ്ഠിച്ചാൽ, അല്ലാണ്ട് വേറെ ഒന്നും ഇതല്ല, ഭഗവതിക്ക് വേണ്ടിയാണ് ചെയ്തത്. ഭഗവതിക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. വേറെ ഞാൻ ഇതായിട്ട് പറയുന്നതല്ല, വേറെ ഒരാളും ചെയ്തിട്ടില്ല. അതും എനിക്ക് നിശ്ചയമുണ്ട്. ഒരാൾക്ക് പറ്റിയിട്ടില്ല, ചെയ്തിട്ടുമില്ല. ഞാൻ അവിടെ നിന്ന് 10 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 2 രൂപ അടക്കം ഉള്ളതാണ് നമ്മളെ. അങ്ങനെയാണ് എൻ്റെ എല്ലാ കൊല്ലവും പൂരത്തിനുള്ള ഓരോ പരിപാടികളും ഞാൻ ചെയ്യുക. സകലതും എന്താ വെച്ചാൽ എല്ലാവരും ഞാൻ ഇപ്പോൾ ഉള്ള വാരൊക്കെ അറിയാം. ഞാൻ വന്നതിന് ശേഷം വന്ന ആളാണ്. അപ്പോൾ അയക്കറിയാം ഞാൻ ഓരോന്നും ചെയ്യും. വേറെ ആരും അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ചിലർക്കൊക്കെ അറിയാം. അപ്പോൾ ഇതാ ഞാൻ അതേവരെ വിളക്ക്, ചുറ്റുവിളക്കിന് ഈ സുരേഷ് ഗോപിയുള്ള അമ്പലം പണിത് കഴിഞ്ഞ് ചുറ്റുവിളക്കിന് സുരേഷ് ഗോപി ചുറ്റുവിളക്ക് ആ തെക്കൻ സ്റ്റൈലായിപ്പോയി ചുറ്റുവിളക്ക് പിടിപ്പിച്ചത്. പട്ടികമേ ഓരോ അത് നമ്മുടെ ഇവിടെ ഇല്ല. അത് ഒരു അഭംഗിയായിപ്പോയി സത്യത്തിൽ. അത് അമ്പലമണി ഗംഭീരമുണ്ട്, ഇത് ഒരു അഭംഗിയായി. അതിന് ഇവരൊക്കെ പോവുകയും ചെയ്തില്ലേ. അപ്പോൾ ദേവസ്വത്തിൽ അന്ന് ഇൻസ്പെക്ടർ ആയിരുന്ന നമ്മുടെ ഇൻസ്പെക്ടർ പേര് മറക്കുക, പ്രായം അന്നത്തെ ഇൻസ്പെക്ടർ ആയിരുന്ന അയാൾ നല്ല മനുഷ്യനാണ്. നമ്മളോടൊക്കെ വളരെ സ്നേഹമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള തിരുമേനിയോട് പറയുന്നത് മാറ്റിയിട്ട് സാധാരണ തൂക്കുകളൊക്കെ ആകാൻ. അപ്പോൾ തിരുമേനി വിചാരിച്ചപ്പോൾ ഒരു വല്ല പാട്ടുണ്ടോ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എന്നോട് അതിൽ വിട്ടോന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടോ ദാസന് അപ്പോൾ ദാസ സാർ ഇങ്ങനെയിട്ടോ പറഞ്ഞേ, തിരുമേനിയോട് പറയാനാണ് പറഞ്ഞത്. ആയിക്കോട്ടെ. പിറ്റേ ദിവസം മുതൽ ഞാൻ ഇത് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ തൊഴാൻ വരുന്നവരോട് ഞാൻ പറയും ഇങ്ങനൊരു പരിപാടിയുണ്ട്. അതുകൊണ്ട് 5 തട്ട് ഉള്ളൊരു വിളക്ക്, അത് ഇവിടെ തൃശ്ശൂർ പോയിട്ട് ഇതല്ലോ തൃശ്ശൂർ നടവരമ്പിൽ പോയി അന്വേഷിച്ചപ്പോൾ 5 തട്ട് ഉള്ള തൂക്കുകളൊക്കെ കമ്പി അതിൻ്റെ ഉൾപ്പെടെ എല്ലാത്തിനും 5000 രൂപ വരുന്നു പറഞ്ഞു. 5000 രൂപയ്ക്ക് തരാം നിങ്ങൾക്ക്, അതുകൊണ്ട് അമ്പതേക്ക് അവിടെ തരാം, അല്ലെങ്കിൽ അത് കൂടും, 5000 രൂപയ്ക്ക് തരാമെന്നു. അപ്പോൾ എല്ലാവരും ഞാൻ 5 പൈസ ഞാൻ കൂടുതൽ മേടിച്ചിട്ടില്ല. 5000 രൂപ 5000 രൂപ സെറ്റ് ചെയ്ത് 2 സെറ്റ് ആയിട്ടുണ്ട്. 84 സെറ്റ് വരാൻ കണ്ടി. അപ്പോൾ 2 എണ്ണം തന്നവരുണ്ട്, 3 എണ്ണം തന്നവരുണ്ട്, 1 എണ്ണം തന്നവരുണ്ട്. ഒരു പ്രശ്നം ഒരാൾക്കും തയ്യ എന്നുള്ള വാക്ക് പറഞ്ഞില്ല. അവർക്കൊക്കെ ആ ഭഗവതി നല്ലോണം കൊടുത്തിട്ടുണ്ടാവും. അവർ പറഞ്ഞതൊക്കെ അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പറയാൻ കിട്ടുന്നത് പറയാൻ നോക്കിയിരിക്കുക സത്യത്തിൽ. അപ്പോൾ തന്നെ ഇനി വേറെ എന്താ കാര്യത്തിന് ഒന്നും വേണ്ട, എനിക്ക് വീട് മാത്രം മതി. ഈ 84 വിളക്ക് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ വരിക, ഇനി ഞങ്ങൾ ചെയ്യാം, ഞാൻ ഇനി പറ്റില്ല, ഇത്രേ ഉള്ളൂ ഉണ്ടാവും, ഇനി എന്തെങ്കിലും നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നിങ്ങളോട്. അപ്പോൾ അതിനതാക്കി ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെയുള്ള ഒരാൾ, അമ്പലത്തിൽ തന്നെയുള്ള ഒരാൾ, അതൊക്കെ തിരുമേനി ഇപ്പോൾ ലക്ഷക്കണക്കിന് ഉറുപ്പിക ഉണ്ടാക്കി അതിൽ നിന്ന് കമ്മീഷൻ മേടിച്ചിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിക ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇതൊക്കെ എനിക്കിങ്ങനെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം അങ്ങനെ പറയുമ്പോഴല്ലോ വല്ലാത്തൊരു വിഷമാണത്. ഞാൻ പറഞ്ഞു അതിൽ പണിയില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ 84 പേര് തന്ന 84 പേരുടെ ഫുൾ പേരും അഡ്രസ്സും ഇത്ര രൂപ തന്നു, ഇനി ആൾ ഇത്ര രൂപ തന്നു, വലിയ ഫ്ലക്സ് ധരിച്ചു, വലിയ ഫ്ലക്സ് അടിച്ച് അമ്പലത്തിൻ്റെ മുന്നേ കൊണ്ടുവച്ചു. അവർക്ക് സംശയമില്ലല്ലോ. ഇനിയിപ്പോൾ ശശി തന്നു, ശശിയിലെ പേരയില്ലെങ്കിൽ ശശിനോട് ചോദിക്കില്ലേ. 54 പേരെ പേരും ശശിയോടെ വച്ചു. 1 മാസം കൊണ്ട് ഇരുന്നത്, ആർക്കും ഒരു അച്ഛൻ ഉണ്ടായില്ല. അപ്പം ഞാൻ ചോദിച്ചു ഇനി ആർക്കും അച്ഛൻ തിരുമേനി എടുത്ത് കളഞ്ഞോളൂ തിരുമേനി. അപ്പോൾ അവിടെ വഴിപാട് കഴിക്കാൻ ഏതൊരു ഭക്തനും വലിയ ശുഷ്കാന്തിയാണെന്നും ആ വഴിപാട് കഴിച്ചു ഭഗവതി അവർക്ക് വാരിക്കോരി കൊടുക്കുന്നും അവരുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നുള്ള ആ ഒരു സത്യമായതുകൊണ്ടാണല്ലോ ആൾക്കാർ വഴിപാട് ചെയ്യുന്നത്. സംശയം ഇപ്പം ദിവസം എന്ന് പറഞ്ഞ മാതിരിയല്ലേ, ദിവസം എന്ന് പറഞ്ഞ മാതിരിയാ, മാസത്തിൽ 2 or 3 അങ്ങനെ ഒഴിവുണ്ടാവുള്ളൂ. ഇപ്പം നല്ല തിരക്കാണ് അവിടെ. എല്ലാ ഭക്തജനങ്ങൾക്കും അവിടെ വന്ന് തൊഴാനും അതിനുള്ള സൗകര്യവും മറ്റൊക്കെ ഉണ്ട്. അവർ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയത് 1, 2, 3 മാസത്തിനുള്ളിൽ തന്നെ ആ ഭഗവതി നടത്തി കൊടുക്കുന്നുണ്ട്. ആ ഭഗവതി വിളിച്ചാൽ വെളിപ്പുറത്ത് തന്നെയാണ്. എല്ലാ ഭക്തന്മാരും ഗുരുവായൂർ നാരായണകുളങ്ങര ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുകയും
അവരുടെ ആഗ്രഹങ്ങൾ ഭഗവതിയോട് പറയുകയും ആ ഭഗവതി എല്ലാം നടത്തി തരികയും ചെയ്യുന്നതാണ്. സിനിമാ നടന്മാരും അതെ, എല്ലാവരും വരാറുണ്ട്. അപ്പോൾ ഇത്രയും വിലയേറിയ അദ്ദേഹത്തിൻ്റെ സമയത്ത് നമ്മളും ഭക്തജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അനുഭവം മറ്റും പങ്കുവച്ചതിന് നമ്മുടെ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ യൂട്യൂബ് ചാനൽ ഭാരവാഹികളും നമ്മുടെ പ്രേക്ഷകരും എല്ലാ ഭക്തന്മാരും നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം, അമേ ദേവി ശരണം.